അതുകൊണ്ട് എനിക്ക് തോന്നിയത് ഷെയ്ൻ ശരിക്കും യഥാർത്ഥത്തിൽ നടനാണോ അല്ലെങ്കിൽ ജീവിതാന്വേഷണത്തിനുള്ള യാത്രയ്ക്കിടയിൽ യാദൃശ്യമായി നടനായി പോയതാണോ? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. അല്ല, മറുപടി ഉണ്ട്. ഇപ്പൊ 7th സ്റ്റാൻഡേർഡിൽ സൂപ്പർ ഡാൻസർ ജൂനിയർ ചെയ്തു, അതിന് പോയി പങ്കെടുത്ത്. അതിൽ ചെറിയ ഒരു പേര് കിട്ടിയപ്പോൾ അതിൽ ഹലോ കുട്ടിച്ചാത്തൻ സീരിയലിൽ വിളിച്ചു. അത് ചെയ്ത് കഴിഞ്ഞ് ചെറിയ പേര് കിട്ടിയപ്പോൾ അൻവറിൽ ചെറിയൊരു ക്യാരക്ടർ ചെയ്തു, താന്തോന്നിയിൽ ചെയ്തു, അൻവറിൽ ചെറിയ ക്യാരക്ടർ ചെയ്തു. സൗബിനായിട്ട് പരിചയം വന്നു, സൗബിൻ ഷായറായിട്ട് പരിചയം വന്നു. സൗബിക്കാടെ ആ ഒരു റിലേഷൻ വെച്ചുകൊണ്ട് തന്നെ അന്നേ റസൂലിന് വേറൊരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് മാറിയപ്പോഴത്തേക്കും അബിക്കാടെ മോനുണ്ട്, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് വിളിച്ചു. രാജീവ് സാറായിട്ട് കണക്ഷൻ വന്നു, രാജീവ് സാറിനായിട്ട് നല്ലൊരു ആത്മബന്ധം വന്നു. രാജീവ് സാർ കിസ്മത്ത് വന്നു. ഇങ്ങനെ കിസ്മത്തിന് ശേഷം ഇപ്പം ഇവിടം വരെ നിൽക്കുന്നു. ഇപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ 25ാമത്തെ പടമാണ് പൾട്ടി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ സിനിമ, എൻ്റെ ജോലി ചെയ്യുന്നു, എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്നെ തന്നെ അന്വേഷിച്ചു എന്ന് അതിനുവേണ്ടി മാത്രമായിട്ട് സമയമൊന്നും കണ്ടെത്തി ചെയ്യുന്നൊന്നുമില്ല. എല്ലാം ജീവിതത്തിൻ്റെ പാർട്ടാണല്ലോ. ഇതിനെ ഞങ്ങൾ 2 രീതിയിൽ അന്വേഷിക്കാൻ വേണ്ടി ഒരു സമയം, ജോലിക്ക് വേണ്ടി വേറൊരു സമയമൊന്നും പറഞ്ഞ് മാറ്റി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അതെ അതെ എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരുമിച്ച് സംഭവിച്ച കാര്യങ്ങളാണ്. അത് ഇതിന് വേണ്ടിയിട്ടൊരു സമയം, അപ്പോൾ കുറച്ചു നേരം ഞാൻ എന്നെ തന്നെ ഒന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അന്വേഷിച്ചില്ല. എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളിലൂടെ എല്ലാം, ഇപ്പം അഭിനയമുണ്ട്, എൻ്റെ ജോലിയുണ്ട്, എല്ലാം കൂടെ ആയിട്ട് പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ്. അതിൽ തോന്നിയ കാര്യം ഉള്ളിത്തട്ടി പറഞ്ഞു എന്നുള്ള മാത്രമേ ഉള്ളൂ. അതിൽ വലിയ കാര്യമായിട്ടൊന്നും നിങ്ങൾ തന്നെ വിചാരിക്കും. ഞാനിതിനകത്തൊരു ഇപ്പൊ ഈ സാധാരണ എൻ്റെ സിനിമകൾക്കൊക്കെ ഞാനങ്ങനെ പ്രൊമോഷന് ഞങ്ങൾ ഒത്തിരി ഇത്രയും ഞാൻ യാത്ര ചെയ്തിട്ടില്ല. അന്നേരം ഷെയ്ൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഇതിനകത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. അന്നേരം ഷെയ്നുമായിട്ട് സംസാരിക്കുമ്പം എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഷെയ്ന് പഠിച്ച സ്കൂള്, പഠിച്ച കോളേജ്, ഇച്ചിരി കൂട്ടുകാർ. ഇപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് CMൻ്റെ പരിപാടിക്ക് പോയിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടൊരു മുഖ്യമന്ത്രിയെ കാണുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആ ഒരു ചട്ടക്കൂട്ടിൽ വളർന്നു വന്നതാണ്. ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? അന്നേരം ആ ഒരു പുള്ളിയുടെ വേറെ ലോകങ്ങളില്ല. പുള്ളിയുടെ വീട്, ഉമ്മ, പെങ്ങന്മാരെ, ഇപ്പോൾ ഒരു ടൈഗർ, ഒരു പെറ്റുണ്ട്, ഒരു പൂച്ചക്കുഞ്ഞുണ്ട്. ആ ഒരു ലോകത്തിൽ മാത്രമുള്ള ഒരു ആളാണ്. അന്നേരം ആ പുള്ളിയെ ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ചു വിട്ട് ചെയ്യാനൊക്കും. ഇതെല്ലാം കണ്ടിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയണം. ഇപ്പം മലയാളത്തിലെ വലിയ നടന്മാർ പലരും കോളേജിൽ രാഷ്ട്രീയം കളിച്ചു ഒക്കെ വന്നതാണ്. ഇപ്പം ഞാനും ഒക്കെ സ്റ്റുഡൻസ് പൊളിറ്റിക്സിലുണ്ടായിരുന്നതാണ്. നമുക്ക് പല കാര്യങ്ങൾ നമ്മൾ കണ്ടുവന്നാണ്. ഷെയ്ൻ അങ്ങനെ ഒന്നും കണ്ടുവന്നിട്ടില്ല. അതുകൊണ്ടാണ് ഷെയ്നിൽ നിന്ന് പത്രക്കാർക്ക് ആവശ്യമില്ലാത്ത സാധനം എടുക്കാനൊക്കെ, ആവശ്യമുള്ള സാധനം എടുക്കാനൊക്കെ. അതുകൊണ്ട് ഞാനിപ്പോൾ എപ്പോഴും കൂടെ നടക്കുക.